പിന്നെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ കേരളത്തിൽ വളരെ ചൂടേറിയ ചർച്ചാ വിഷയം നോക്കുകൂലിയാണ്. നോക്കുകൂലിയെ പറ്റിയിട്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ സംസാരിച്ചത് എല്ലാവരും കേട്ടു. From the bus you have to remove your luggage. People are sitting on the ground. You will say, hey, please help me. Kitna dena hai? You will say some coolie and then you will have to bring the luggage down. Assume he has to be paid 50 rupees. You will actually have to pay 50 plus another 50. You will ask why? The other 50 is Noku coolie. What is Noku in the Malayalam, sir? Noku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. തമിഴ്നാട്ടുകാരിയായതുകൊണ്ട് ആ നോക്കൂലി ശരിക്കും വേണ്ട വിധം ശ്രീമതി നിർമ്മല സീതാരാമന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പാർലമെന്റിൽ പറഞ്ഞ മാതിരി ഒരാൾ ഇറക്കിക്കൊണ്ട് നിൽക്കുന്നതിന് നോക്കുന്നതിനുള്ള കൂലി അല്ല നോക്കുകൂലി. അതിന്റെ കൂടെ എല്ലാ പ്രധാനപ്പെട്ട കവലകളിലും യൂണിഫോം ഇട്ടിരുന്ന് ഏതെങ്കിലും വാഹനങ്ങളിൽ എന്തെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ടോ എന്ന് കാകദൃഷ്ടിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്. അവർക്ക് ഏതെങ്കിലും വണ്ടിയില് ഏതെങ്കിലും വാഹനത്തില് സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരടുത്ത ജംഗ്ഷനിലുള്ള ആൾക്കാർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന കൂലി കൂടിയാണ് നോക്കൂലി. എന്തായാലും ഞാൻ അതൊരു കോൺട്രവേഴ്സ്യൽ വിഷയമാണ്, ഞാൻ അതിനകത്തോട്ട് കിടക്കുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല CIT, BMS എല്ലാം നോക്കൂലിയിൽ കൂടെ ഉണ്ട്. അത് നമ്മുടെ തൊഴിലാളി സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ആരെയും വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ താല്പര്യമില്ല. എന്നാലും നമുക്കൊരു നോക്കുകൂലി തോമയുണ്ട്. ഈയിടെ ശ്രീമതി നിർമ്മല സീതാരാമനും ശ്രീ പിണറായി വിജയനും ചില രാഷ്ട്രീയേതര കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് അത് നോക്കിക്കൊണ്ട് നിന്നിട്ട് അതിന് കൂലി വാങ്ങിക്കുന്ന പ്രൊഫസർ KV തോമസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പണ്ട് സോണിയാഗാന്ധിക്ക് തിരുത മീൻ കൊച്ചിയിൽ നിന്ന് വിമാനത്തിൽ കൊണ്ടു കൊടുത്ത് പാചകം ചെയ്ത് കൊടുത്ത് അടുക്കളയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് കിട്ടിയ പേരാണ് തിരുത തോമ. ആ തിരുത തോമ സോണിയാഗാന്ധി പിന്നെ തിരുത മീൻ കഴിക്കുന്നത് നിർത്തിയോടെ പണിയില്ലാതായി. ഒരു പണിയില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു പണി വേണമല്ലോ. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ഡൽഹിയിൽ നോക്കുകൂലിക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ഇപ്പൊ നോക്കുകൂലിക്ക് ഒരാളെ കിട്ടിയത്. അപ്പൊ ഡൽഹിയിൽ ആരൊക്കെ വരുന്നുണ്ടോ പോകുന്നുണ്ടെന്ന് നോക്കാനും BJPയുടെ ഏതൊക്കെ മന്ത്രിമാര് ഫ്രീ ആണോ നോക്കാൻ, അവരുമായിട്ട് കാര്യങ്ങൾ നോക്കി ഉറപ്പിക്കാനും പിന്നെ അത്തരം കാര്യങ്ങൾ മധ്യസ്ഥത വഹിച്ച് അതിന്റെ ഒരു കൂലിയാണ് ഏകദേശം 10 ലക്ഷത്തോളം രൂപ പ്രതിമാസം വാങ്ങിച്ച് ശ്രീ KV തോമസ് ഡൽഹിയിൽ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് തിരുത തോമയെ മാറ്റിയിട്ട് നമുക്ക് അദ്ദേഹത്തെ നോക്കുകൂലി തോമയാക്കി മാറ്റാം. നന്ദി, നമസ്കാരം.